ഗുഡ് മോർണിംഗ് എവരിവൺ. അങ്ങനെ നമ്മുടെ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാം എണീച്ച് കുളിച്ച് മാറ്റി റെഡി ആയിട്ടിരിക്കുന്ന അജോ, എണീക്കടാ, പോണ്ടേ. പഞ്ചിൽ കുളിക്കാൻ കയറിയിട്ടുണ്ട്. സമീപം 6:30. അപ്പം ഇനി നേരെ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കുന്നു. നമ്മൾ പറ്റുകയാണെങ്കിൽ ടോയ് ട്രെയിനിൽ കയറുന്നു, അല്ലെങ്കിൽ നേരെ കൊടയിലേക്ക് വിടുന്നു. പാക്ക് ചെയ്യുമ്പോൾ അടികളുണ്ട്, അടി ചൊറയോട് ചൊറ. ഒരു സാധനം ഒരാൾക്ക് വെക്കാനാകുന്നില്ല. എടാ പോവാ, സമയായടാ ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ നിന്ന റൂമിനോടും വിട പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാണ്. ഗൈസ് എങ്ങോട്ടാ പോകുന്നേ? എന്റെ സെറ്റായിട്ട് പാക്ക് ചെയ്യണം, മഴയായുണ്ട് അല്ലേ എന്തോ. അപ്പൊ നമുക്ക് ഇനി ചായ കുടിക്കണം, മെല്ലെ പോണം. ഗൈസ് അങ്ങനെ ചായ കുടിക്കാൻ വന്നിട്ടുള്ള ഇള്ളല്ലേ തരാനോ വയ്യായി. ഗൈസ് അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം എത്തിയിട്ടുണ്ട്. കുറേ ദൂരം വണ്ടി ഓടിച്ചല്ല, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയിന്. എല്ലാവരും സ്റ്റോറിയിലിടുന്ന തിരക്കാ. എഴുത്തുമ്പോഴത്തേക്ക് ചൂടായല്ലേ, നാട്ടിലെ ക്ലൈമറ്റ് ആയില്ലേ. ജാക്കറ്റെല്ലാം എടുത്ത് ചാറിൻ്റെ വരും. ഗൈസ് അപ്പോൾ കോയമ്പത്തൂരിന്ന് എന്തോ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോരാ എന്താ ഫ്രീ ആയിട്ടിട്ട് എന്തൊന്നും കുടിക്കണല്ലോ. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ ഒരേ കളർ. ഗൈസ് ഗ്ലാസ് കള്ളന്മാർ ഗൈസ്. കൊടൈക്കനാലത്ത് ചായ കുടിക്കാൻ ഗ്ലാസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മോരും വെള്ളം തരുന്ന ഗ്ലാസ് എടുത്തിട്ട് അടിച്ചു വരുന്നത്. പോയിട്ട് എടുക്കേ, ഒരെണ്ണം കൂടി വേണോ ഗൈസ്? അപ്പം നമ്മളങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഏതോ ഒരു ഹോട്ടലാണ് ഇവിടെ കോയമ്പത്തൂർ. വയ്യലം തെറ്റി ഊമ്പി കുത്തി മണ്ണാറടങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ സ്പെഷ്യൽ സാധനമാണ് അവിടെ വരും. ഞാനും ഈ ആയി ഇനി രണ്ടാക്കൗണ്ട് കിട്ടിയില്ല. ഇതൊരു മുട്ട വരികയാണ്. ഗായ്സ് അങ്ങനെ ഏതോ തൊണ്ടക്കാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. അലഞ്ഞ് നൊങ്കിനൊരു പീസിന് 10 റുപ്യ. തിരാന്താ വെള്ളം കുടിക്കാൻ നമുക്ക് അല്ല. ഇനിയും 110 കിലോമീറ്റർ ഉണ്ട്. ഇതെപ്പോൾ ഓടി എത്താന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 3 മണി കാട്ടായി. ഗായ്സ് എന്താ ചെയ്യുന്നത്? എന്തോ അജിനാസും ഇയും ഞാൻ നൊങ്ക് അയായി ബള്ളാക്കി
ഇത് നമുക്കറിയാം എങ്ങനെ ആക്കാണ്. ഞാൻ പണ്ട് ഡറാഡ് വന്നിതല്ലേ പരിപാടി. എടാ ഞാൻ ഡറാഡ് വന്നു ഇത് തെറ്റാണ്ട് പറഞ്ഞ ഒന്നുകൂടി ഡറ ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ അവരന്ന് കളിക്കുന്നുണ്ട്. ഇത് വന്ന് ஊத்துக்குடி அண்ணா ஆ നമ്മളൊരു കടമല അണ്ണാ എപ്പിടി இருக்க கொஞ்சம் கொஞ்சம் நல்லா இருக்கா ഏതോ അക്കാനെ കണ്ടിട്ട് ചാക്കാൻ മടിക്കുന്ന അജിനാസ്. ഇത് കിട്ടുവാ? ആട്ട് കിട്ടുവാ? ഹെൽമെറ്റെല്ലാം ഇട്ടിട്ട് ഇനിയിപ്പോ എങ്ങനെ തുപ്പ നീ? പാട്ടി ഇത് കണ്ട നിങ്ങള്, ഇത് നമ്മുടെ വേപ്പും ചപ്പ ആര്യ വേപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വലിയ മരം അല്ലേ? ഇത്രയും വലിയ മണ്ണോ എൻ്റെ നാട്ടിൽ പേര് കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഒരു ചെറിയൊരു വില്ലേജിലാണ് വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ റോഡ് പോകണം. ഈ റോഡല്ല, ഈ കാണുന്ന റോഡ് പോകണം. വയസ്സ് അങ്ങനെ ടീ ടൈം. കുറേ സമയം സാധനം എടുത്ത് ഇങ്ങോട്ട് പമ്പുണ്ടാവൂലേ? ഓ ഇങ്ങോട്ടോ ഗൈസ്. അപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ട് നിൽക്കലാണ് കൊടൈക്കനാൽ. അഫ്നാസ് അങ്ങോട്ട് പോയിട്ടുണ്ട് മുദ്രയ്ക്ക്. ഇനി ഇത് അയ്യായി ഉണ്ട്. അവർ രണ്ടാളും അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അവർ നമ്മളെ കണ്ടിട്ടില്ല. കുറച്ച് മേലെ പോയി കേട്ടെ. വണ്ടിക്കെല്ലാം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. വണ്ടിയല്ലേ ഐകേരോടാ? അതെല്ലാം വലിയ വണ്ടിയല്ല. എടാ എണ്ണ മറി എടുത്തു വെക്ക് നേരം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇരിടായി, നല്ല പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നമ്മൾ എത്തിയിരുന്നതാണ്. അപ്പോൾ ഇനി ഇരിടായി. ചിലപ്പം നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ കൊടൈക്കനാലിലെത്തി. നമുക്ക് റൂം സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, റൂം എങ്ങനെയുണ്ട്? വൈബല്ലേ? റൂമല്ലേ? വൈബല്ലേ? നല്ല റൂമായിട്ടാ. നമ്മളിപ്പോൾ രണ്ടാൾ ഇവിടെ കിടക്കാം, മൂന്നാൾ കിടക്കാം. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോണം. ഗൈസ്, അങ്ങനെ കൊടൈക്കനാൽ വേണ്ടിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇവിടെ കയറുന്ന ഓരോ റെസ്റ്റോറൻറ്റിലും
നല്ല പൈസയുണ്ട്. ഒരു ചപ്പാത്തിക്കും 25-30 റുപ്യയും കറിക്ക് 200 കുറഞ്ഞ കറിയൊന്നും ഇല്ലെന്ന് പറയുന്നു. നമ്മുടെ പോലെയുള്ള സാധാരണ ജനങ്ങൾ ഇവിടുന്ന് കഴിക്കും. ഇത് നമ്മൾ 2 സ്ഥലത്തേ പോയിട്ടില്ലേ, ഇനി ബാക്കിയുള്ള പോകണം. നോക്കട്ടെ ഇവിടെ കയറിയിട്ട് എന്താ അവസ്ഥ നോക്കാം. അങ്ങനെ നടന്ന് നമ്മളൊരു തട്ടുകട സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തുവാ അപ്പോട്ടെ, എന്തുവാ? ഇഡ്ഡലിയും ചട്ടണിയും പട്ടണിയും പറഞ്ഞിട്ടുണ്ട്. വരുമായിരിക്കും അല്ല ജോ? വരൂലേ? ഇപ്പൊ അങ്ങനെ ദോശ നമ്മളെ മമ്മൂട്ടിക്കാണ് ജോസ് ചുടുന്നത്. ഉണ്ട്. അപ്പൊ ഇഡ്ഡലി മാറ്റി ദോശയാക്കി. ദോശേനെ വണ്ണം കണ്ടായിരുന്നു. കുഴപ്പമില്ല, 40 രൂപ സെറ്റാണ്. അൻസിലിന് കിട്ടി. അൻസിലായിരിക്കും. അൻസിലാ, ഹൗ ഡു യു ഫീൽ? കുഴപ്പമില്ല, സെറ്റല്ലേ? ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കഴിക്കാം. റെസ്റ്റോറൻറ്റ് കയറാണ്ടെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ചപ്പു ടൂറിനെല്ലാം പോയി വന്ന സമയത്ത് റിച്ച് ആയിരുന്നെന്ന് പറഞ്ഞു. അവന് 100-400 റുപ്യേൻ്റെ ഫുഡൊക്കെ ഒരു നേരം കഴിക്കുന്നതൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള തന്നെയല്ലേ? ഇല്ലല്ലേ? വീട്ടിൽ ചൂടില്ല, തീരെ ചൂടില്ല.